Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. It's such a privilege to stand here in the presence of the Lord. ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇവിടെ നിൽക്കുക എന്ന് വലിയൊരു കാര്യം തന്നെയാകുന്നു. And the Lamb of God is worthy to be praised. നമ്മൾക്കറിയാം ദൈവത്തിന്റെ കുഞ്ഞാട് മഹത്വത്തിന് യോഗ്യനായിരിക്കുന്നു. Let's just praise the Lamb of God. Come on, everyone. നമുക്ക് ദൈവത്തിന്റെ കുഞ്ഞാടിനെ നമുക്ക് ആരാധിക്കാം. Praise you, Jesus. Praise you for what you've done in our lives, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്തിരിക്കുന്ന കാര്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. And I pray right now that you will speak to each one of us. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരോട് നീ സംസാരിച്ചാട്ടെ. That the word will come in power. വചനം വലിയ ശക്തിയായിട്ട് ഇവിടെ പ്രവഹിക്കട്ടെ. For your name, for your glory. നിന്റെ മഹത്വത്തിനായിട്ട് തന്നെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. So the last 2 weeks we've been hearing about the Father, God as a Father. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ പിതാവാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. He is not like our earthly fathers. He is a perfect Father. നമ്മളുടെ ഭൂമിയിലുള്ള പിതാക്കന്മാരെ പോലെ അല്ല ദൈവം. പിതാവാകുന്ന ദൈവം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. He is a generous Father. വളരെ ദയാലുവാകുന്ന ഒരു ദൈവമാകുന്നു. So we were understanding the nature of God. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. But we also need to understand our position before God. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. In Genesis chapter 1 verse 26 it says that man was made in the image of God. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ൽ നമ്മൾ കാണുന്നു ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ജനിപ്പിച്ചു എന്നുള്ളത്. No other creature was made in the image of God. വേറെ ഒരു സൃഷ്ടിയും ദൈവത്തിന്റെ ആ ഒരു സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടില്ല. And God had fellowship with man. അതുപോലെ തന്നെയായിരുന്നു ദൈവം മനുഷ്യനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി. But when Satan tempted Eve to eat the forbidden fruit, saying that if you eat it, you will become like God. പക്ഷേ ഈ ഹവ്വയെ എങ്ങനെ സാത്താൻ ചതിച്ചു നമ്മൾക്കറിയാം. വിലക്കപ്പെട്ട ആ ഒരു ഖനി കഴിച്ച് ദൈവത്തെ പോലെ നീ ആകും എന്നുള്ളൊരു വഞ്ചനാസ്വരം ഈ ഹവ്വയെ കേൾപ്പിക്കുകയുണ്ടായി. It was truly deception. അതൊരു വഞ്ചന തന്നെയായിരുന്നു. Because we know the truth that man was already in the image of God. കാരണം നമ്മൾക്കറിയാം ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുക തന്നെയാകുന്നു. Luke 3 verse 38 says Adam was a son of God. ലൂക്കോസിന്റെ സുവിശേഷം 3:38 പറയുന്നു ആദം ദൈവത്തിന്റെ മകനാകുന്നു എന്നുള്ളത്. Adam and Eve didn't understand who they were. That's why they were deceived. പക്ഷേ ആദമിനും ഹവ്വയ്ക്കും മനസ്സിലായിരുന്നില്ല അവർ ദൈവത്തിൽ ആരാകുന്നു എന്നുള്ളത്. അതുകൊണ്ടാകുന്നു അവർ വഞ്ചനയിൽ അകപ്പെട്ടത്. When we accept Jesus, we become sons of God. നമ്മൾ യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുകയാണ്. But so often we forget this truth. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. In Ephesians chapter 6, Paul tells the church at Ephesus to stand strong against the wiles of the enemy. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഫേസ്യ സഭയോട് പറയുകയാണ് നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്നുള്ളത്. Because our enemy is not flesh, it is the principalities and powers that we face. കാരണം നമ്മളുടെ യുദ്ധം പോരാട്ടമുള്ളത് ജഡത്തിനോടല്ല, ആ ദുഷ്ടാത്മ സേനയോടത്രേ. So we need to put on the armor of God. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിക്കുക എന്ന് പറയുന്നു. Ephesians 6:14 says, "Stand therefore, having girded your waist with truth, having put on the breastplate of righteousness." എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. He also tells them to wear the shoes of the gospel of peace, the helmet of salvation, the shield of faith, and the sword of the spirit. അതുപോലെ തന്നെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പാക്കിയും അതുപോലെ രക്ഷ എന്ന ശിരസ്ത്രവും വിശ്വാസം എന്ന പരിചയം ദൈവവചനം എന്ന വാളും കൈക്കൊള്ളുവാൻ പറയുന്നുണ്ട്. So a typical armed soldier would wear the best breastplate, which was made of brass. അതുപോലെയാകുന്നു ഈ ഒരു നല്ല ഒരു ഭടൻ, ഒരുക്കമുള്ളൊരു ഭടൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കവചം ധരിച്ചിട്ടുണ്ടാവും. അത് വെങ്കലം കൊണ്ടുള്ളൊരു കവചമാകുന്നു. The breastplate protects the vital organs, especially the heart. നമുക്കറിയാം ഈ കവചം എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻസിനെ, പ്രത്യേകിച്ച് ഹൃദയത്തെയൊക്കെ സംരക്ഷിക്കാനുള്ളതാണ്. And this breastplate would be connected to the belt by another belt or a buckle. അതുപോലെ ഈ കവചം അരയുടെ ഒരു കച്ചയും ഒരു അരയുടെ ബെൽറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും വേറൊരു വള്ളിയുമായിട്ട്. But if this belt is loose, the breastplate could also slip off. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അരയുടെ ആ ഒരു കെട്ട് ലൂസ് ആണെങ്കിൽ നമ്മുടെ ഈ കവചവും ഊരിപ്പോകും. So as we wear the armor of God, it is important that we understand the truth.
of who we are. Otherwise, its breastplate will just slip off. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുമ്പോൾ തന്നെ അരയിലുള്ള സത്യം മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ കവചം ഊരിപ്പോരും. So we don't want to be deceived like Adam and Eve. അപ്പോൾ ഹവ്വായെയും ആദത്തിനെയും പോലെ നമ്മൾ വഞ്ചനയിൽ അകപ്പെടാതിരിക്കണം. So today I'm going to talk to you about this righteousness. അപ്പോൾ ഞാൻ ഈ നീതിയെക്കുറിച്ചാകുന്നു ഇന്ന് സംസാരിക്കുന്നത്. 2 Corinthians chapter 5 verse 17 to 19 says, "Therefore, if anyone is in Christ, he is a new creation. All things have passed away. Behold, all things have become new." 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. I don't think I'm talking to people who think they are new creations. ഞാൻ You all are so quiet. ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പുതിയ Come on, സൃഷ്ടിയാണെന്ന് ധരിച്ചിരിക്കുന്ന Tell your ആളുകളോടാണ് neighbor, I'm a സംസാരിക്കുന്നത്. new creation. I'm a new creation. I'm a new creation. ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചേട്ടെ. And then it goes on to say that in the next verse, who is now all things are of God, who has reconciled us to himself through Jesus Christ and has given us the ministry of reconciliation. That is, that God was in Christ, reconciling the world to himself, not imputing their trespasses to them, and has committed to us the word of reconciliation. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. We are absolutely new because before our spirit was dead, but now our spirit is alive. നമ്മൾ പുതിയൊരു സൃഷ്ടിയാകുന്നു. മുൻപേ നമ്മളുടെ ആത്മാവ് മരിച്ചവരെ പോലെയായിരുന്നു, ഇപ്പോൾ നമുക്ക് പുതിയൊരു പുതുക്കമുള്ള ഒരു ആത്മാവാകുന്നുള്ളത്. And verse 21 says, "For he made him who knew no sin to be sin for us, that we might become the righteousness of God." 21-ാം വാക്യത്തിൽ പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. Our righteousness was purchased by Jesus. ക്രിസ്തുവാകുന്നു നമ്മൾക്ക് നീതി നമ്മൾക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയത്. In the Greek, the words for justification and righteousness have a common root word, diakos. ഗ്രീക്കില് Diakos. നീതീകരിക്കുക, ന്യായീകരിക്കുക എന്ന് ഈ രണ്ട് പദങ്ങളും ഗ്രീക്ക് പദത്തിൽ ഒരു Dikaiosis. ഡൈക്കായോസിസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്നു. It's a legal term. അതൊരു നിയമപരമായ വാക്കാകുന്നു. So this is something that in a court of law, the Lord did something for us that we would be free. അവിടെ നമ്മുടെ നിയമത്തിന്റെ മുൻപിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മൾ സ്വതന്ത്രരാകുക എന്നുള്ള അർത്ഥം വരികയാണ്. Righteousness is right standing before God. ഈ നീതീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ശരിയായി നേരോടെ നിൽക്കുക എന്നാകുന്നു അർത്ഥം. And justification is to declare that you are righteous. ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഉറക്കെ പ്രഖ്യാപിക്കലാണ് നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. Romans 3:23 says that all have sinned and fall short of the glory of God. റോമർക്ക് എഴുതിയ ലേഖനം 3:23 പറയുന്നു, ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത്. None of us are worthy to be here but for Jesus. നമ്മൾ ആരും യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ ഇവിടെ ഇരിക്കുവാൻ യോഗ്യതയുള്ളവരല്ല. And just before that in verse 21 it says how we got that righteousness. അതുപോലെ ആ 21-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാകുന്നു നമ്മൾക്ക് ഈ ഒരു നീതി കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. But now the righteousness of God apart from the law is revealed, being witnessed by the law and the prophets, even the righteousness of God through faith in Jesus Christ to all who believe. And then it goes on to say, all have sinned and fall short of the glory of God, being justified freely by his grace through the redemption that is in Christ Jesus. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതുപോലെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. We are righteous by faith. നമ്മൾ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. Through grace. അത് കൃപയാൽ അത്രേ. You know, we add a little bit of works with it. നമ്മൾ ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പ്രവൃത്തിയും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. But the word very clearly says that we are righteous because of what Jesus did, and by faith we receive that righteousness. പക്ഷേ വചനം വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാകുന്നു, നമ്മൾ വിശ്വാസത്തിൽ അത് റിസീവ് ചെയ്യുന്നു We എന്നുള്ളത്. cannot be made righteous by our works, and the word of God says that. വചനം പറയുന്നത് നമ്മുടെ പ്രവൃത്തി മൂലം നമ്മൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. In Romans chapter 4, Paul gives the example of Abraham.
റോമർക്ക് എഴുതിയ സുവിശേഷം ലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. Abraham received the promise of God, and by faith he was credited with righteousness. എബ്രഹാമിന് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചു, അതുപോലെ വിശ്വാസത്താൽ നീതിമാൻ എന്ന് കണക്കിട്ടു എന്നുള്ളത്. This was before he was circumcised. ഇത് പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പുള്ള കാര്യമാകുന്നു. And circumcision was just a seal of his righteousness. അബ്രഹാമിന് പരിച്ഛേദന ഏൽക്കുക എന്നുള്ളത് ഈ ഒരു പിന്നെ It was a seal of his righteousness. ഈ നീതീകരണത്തിന്റെ ഒരു സീലാകുന്നു, ഒരു ഉദാഹരണമായിരുന്നു. And in verse 4 it says of Romans 4, now to him who works, the wages are not counted as grace, but as debt. That means for anyone who works, what you get is what you deserve. അപ്പോൾ ഇവിടെ പറയുന്നത്, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമയായിട്ട് എത്ര എന്നുള്ളത്. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യോഗ്യമാവണം കിട്ടുന്നു എന്നുള്ളതാണ്. But to him who does not work but believes on him who justifies the ungodly, his faith is accounted for righteousness. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ തന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. And then Paul goes on to say, just as David also describes the blessedness of the man to whom God imputes righteousness apart from works. David said, blessed are those whose lawless deeds are forgiven and whose sins are covered. Blessed is the man to whom the Lord shall impute no sin. പൗലോസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. So even David, through the Holy Spirit, says there will be a time when you wouldn't have to do anything, but because of what the Lord did, it will be imputed on you as righteousness. അപ്പോൾ ദാവീദും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, ഒരു കാലം വരുന്നു നിങ്ങൾ പ്രവൃത്തി മൂലമല്ല, ദൈവം നിങ്ങൾക്ക് ചാർത്തി തരുന്ന നീതി മൂലം നിങ്ങൾ നീതിമാന്മാരാകുമെന്നുള്ളത്. So what happens when we are ignorant of our righteousness? അപ്പോൾ ഈ നീതിയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുക? We try to establish our righteousness through different things. നമ്മൾ ഈ നീതിയെ പല കാര്യങ്ങളിലൂടെ നേടാൻ ശ്രമിക്കും. Romans 10 verses 3 and 4 says, for they being ignorant of God's righteousness and seeking to establish their own righteousness have not submitted to the righteousness of God. That means if you're ignorant of God's righteousness, you will try to establish your own righteousness and you won't submit to this proper righteousness that Jesus has given us. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. For Christ is the end of the law for righteousness to everyone who believes. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. I was just saying, I'm feeling recently that some people when they talk, they feel that they're not secure in who they are in Christ. ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചില ആൾക്കാർ തങ്ങൾ യേശുവിൽ ആരാണെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പൂർണ്ണമായൊരു ബോധ്യമില്ല എന്നുള്ളത്. Don't believe what the enemy is telling you. ശത്രു നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. For God, Jesus has imputed his righteousness on you. ക്രിസ്തു തന്റെ നീതി നമ്മുടെ മേൽ ചാർത്തി തന്നിരിക്കുന്നു. So when we see God say that God imputes Christ's righteousness to us, it means God thinks of Christ's righteousness as belonging to us. നമ്മൾ ഈ ക്രിസ്തുവിന്റെ നീതി നമ്മളിലേക്ക് ചാർത്തി തരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ്, പിതാവായ ദൈവം വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ നീതി നമ്മൾക്കും കൂടി അവകാശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1 Corinthians 1:30 says that Christ has become our righteousness, our sanctification and our redemption. 1 കൊരിന്ത്യർ 1:30 ഇങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നുള്ളത്. If we walked in that revelation, we would have walked with such confidence. ഈ ഒരു വെളിപ്പാടിൽ നമ്മൾ നടന്നിരുന്നുവെങ്കിൽ നമ്മൾ വളരെ ഉറപ്പുള്ളവരായിട്ട് നടന്നു. Just tell your neighbor, Christ is my righteousness. നമ്മൾ നമ്മുടെ അടുത്തുള്ളവരോട് പറഞ്ഞാട്ടെ, Christ is my righteousness. ദൈവമാകുന്നു എൻ്റെ നീതി. I don't have to prove myself. എനിക്ക് ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. Because he has made everything right. കാരണം കർത്താവ് എല്ലാം നിരപ്പുള്ളതായി നീതിയുള്ളതാക്കി തീർത്തു കഴിഞ്ഞിരിക്കുന്നു. Romans 5 verse 15 to 17 says, but the free gift is not like the offense. For if by one man's offense many died, much more the grace of God and the gift by the grace of one man, Jesus Christ, abounded to many. Just that much. For 15th verse. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല.
ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. Through one man's offense, all of us became dead. ഒരു മനുഷ്യന്റെ ലംഘനത്താൽ നമ്മൾ എല്ലാവരും മരണമേറ്റിരിക്കുന്നു. Isn't that unfair? അതൊരു നല്ല കാര്യമല്ലല്ലോ. But then that is the way that sin came into the world. പക്ഷെ അങ്ങനെയാകുന്നു പാപം മനുഷ്യകുലത്തിലേക്ക് കടന്നു വന്നത്. And from that time, we have the sin nature. അന്ന് മുതൽ നമുക്ക് പാപ സ്വഭാവമുണ്ട്. You don't have to teach a child to lie. നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് കള്ളത്തരം പറയാൻ പഠിപ്പിക്കേണ്ടതില്ല. The first thing their response is to lie to get out of trouble. നമ്മൾ ഒരു കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് കളവ് പറയുക എന്നുള്ളതാണ്. So every child born after that was born into that sin nature. അപ്പോൾ ഏത് കുഞ്ഞും ജനിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു പാപ സ്വഭാവത്തിലേക്ക് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. And even God saw in Adam the whole mankind. അപ്പോൾ ആദത്തില് ദൈവം ഈ ഒരു മനുഷ്യരാശിയെ മുഴുവനായിട്ടാണ് കണ്ടിരിക്കുന്നത്. But you should think of one aspect of it. If through one man all of us could sin, God was so gracious that he sent one man that all of us would be saved. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരുവനിലൂടെ മരണവും പാപവും കടന്നുവെങ്കിൽ തന്നെ ഒരുവനിലൂടെ ജീവൻ കടക്കുവാനും ദൈവം So it works not just one way, the other way also. Amen. ഒരു വഴി മാത്രമല്ല, അപ്പുറത്തെ വഴിയും ദൈവം കണ്ടിരിക്കുന്നു. Amen. And then the verse goes on to say, for the judgment which came from one offense resulted in condemnation, but the free gift which came from the many offenses resulted in justification. For if by the one man's offense death reigned through that one, much more those who receive abundance of grace and of the gift of righteousness will reign in life. That's 16 and 17. Verses 16. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. So beautiful, isn't it? Through one man's offense, death reigned, but through one man's right act, the gift of righteousness, life has reigned. Come on, we are alive because of Jesus. We are alive. We reign in life because of him. നമ്മൾ ജീവനിൽ വാഴുന്നത് ഏകനായ യേശുക്രിസ്തു നല്ല കാര്യം റൈറ്റസ് ആയിട്ടുള്ള നീതിയുള്ള കാര്യം ചെയ്തുകൊണ്ടാകുന്നു. Amen. So God's legal declaration of justification has two aspects. അപ്പോൾ ദൈവത്തിന്റെ നീതീകരണം, ദൈവത്തിന്റെ കോടതിയിലുള്ള നീതീകരണത്തിന് രണ്ട് വശങ്ങളുണ്ട്. First of all, he declares that we have no penalty to pay for the sins. ഒന്നാമതായി ദൈവം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പാപത്തിന് നമ്മൾ ഒരു വില കൊടുക്കേണ്ടതില്ല എന്നുള്ളതാകുന്നു. Past, present and future. നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തിന്റെയും ഭാവി കാലത്തെയും പാപങ്ങളെ കുറിച്ചാകുന്നു. Therefore there is no condemnation. അതുകൊണ്ട് നമ്മൾക്ക് ശിക്ഷാവിധി ഇല്ല. But the second thing is he's added righteousness onto us. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് നമ്മൾ നീതിയുള്ളവരായി അവൻ പ്രഖ്യാപിക്കുന്നു. So I'll just show you a diagram what that means. So the first diagram, that's us with our sins. There's a circle with all the minus marks. We were like that. ആദ്യത്തെ ഡയഗ്രത്തിൽ ആദ്യത്തെ സർക്കിൾ കാണുന്നത് ആ മൈനസ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാകുന്നു. And there was no way that we could cleanse ourselves. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഒരു വഴിയും ഇല്ലായിരുന്നു. However obedient we were. നമ്മൾ എത്ര അനുസരണ ഉള്ളവരായിരുന്നാൽ കൂടി. But when we understood what Christ Jesus did for us, that was wiped out and we became like the second picture. പക്ഷേ എന്ന് നമ്മൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നോ അന്ന് ആ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ആയി. So it was just a clean slate. അതൊരു ക്ലീൻ സ്ലേറ്റ് ആയിരുന്നു. It was just neutral. അതൊരു ന്യൂട്രൽ ആയത് വെടിപ്പായി. But there was a legal judgment where when Jesus did that act of dying for us, he says, now I'm going to impute my righteousness on you, and then we got plus marks. അപ്പോൾ ആ വെടിപ്പാക്കിയതിന് ശേഷം കർത്താവ് പറയാണ് എൻ്റെ നീതി ഇനി ഞാൻ നിങ്ങളുടെ മേൽ ചാർത്തി തരികയാണ്. അതാണ് ആ കാണുന്ന ആ പ്ലസ് സൈൻ. So often we see ourselves just as the plain slate. പലപ്പോഴും നമ്മൾ ഈ ഒരു വെടിപ്പായ നമ്മളെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. But the Lord is saying that is not you, this is you. You are ahead, you are in a winning position. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ ആ വെടിപ്പായ ആ ഒരു സ്ഥിതി മാത്രമല്ല, നിങ്ങൾ നീതിയുടെ ആ ഒരു പട്ടം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചാർത്തി തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളത്. Are you grateful for what Jesus did? ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നു. Come on, let's just thank the Lord for this. Hallelujah. ഇതിനു വേണ്ടി ഒരു നന്ദി പറയാം. Oh Lord, I thank you for making us your righteousness. Hallelujah. കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു, നിന്റെ നീതിയിൽ
ഞങ്ങളെ ആക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we're not just a clean slate, but you have enabled us to reign in life. ഞങ്ങൾ വെറും ഒരു വെടുപ്പായ ഒരു ആത്മാവ് മാത്രമല്ല, പക്ഷേ ജീവിതത്തിൽ വാഴുവാൻ വേണ്ടി നീ ഞങ്ങളെ നിയമിച്ചിരിക്കുന്നു. I just pray that right now, in everyone here, if anyone is struggling with any feeling of inferiority, right now that will be broken and you will assure them that they are more than conquerors in Christ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇവിടെ ആർക്കെങ്കിലും തങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് കരുതി ചെറുതായിട്ട് ചിന്തിക്കുന്നുവോ, ഇന്ന് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ വാഴുവാനാകുന്നു. You know, the truth sets us free. നിങ്ങൾക്കറിയാമല്ലോ, സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നു. So along with worship, unless you know the truth, you will not be free. You have to understand some truths to change your life, for your lives to be changed. അപ്പോൾ ആരാധനയോടൊപ്പം നിങ്ങൾ സത്യം മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല. So even last week, Pastor John shared about the prodigal son. കഴിഞ്ഞ പ്രാവശ്യം ഈ മുടിയനായ പുത്രനെ കുറിച്ച് പാസ്റ്റർ ജോൺ പറഞ്ഞു. And the son was willing to come back home as a servant. ഈ മുടിയനായ പുത്രൻ തിരിച്ചു വരാൻ ആഗ്രഹിച്ചത് ഒരു വേലക്കാരനെ പോലെ തിരിച്ചു വരാനായിരുന്നു. But the father says, "You're forgiven, but not only that, I'm going to give you a robe, I'm going to give you a ring and slippers." അപ്പോൾ പിതാവ് പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് പുതിയൊരു അങ്കി തരുവാനുമാണ് ഉദ്ദേശിച്ചത്. When you came to Jesus, the father did that. നമ്മൾ കർത്താവിന്റെ അടുത്ത് വന്നപ്പോഴും പിതാവായ ദൈവം അതാണ് ചെയ്തത്. You have the robe of righteousness. നമ്മൾക്ക് നീതിയുടെ ആ ഒരു അങ്കി നമ്മളെ In Isaiah 61 it says that the Lord is going to give us a robe of righteousness, talking about Jesus. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ ഈ ഒരു നീതിയുടെ അങ്കി കർത്താവിലൂടെ നമുക്ക് തരുമെന്ന് നേരത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. Amen, amen. Now let's look at Romans 5 verse 18 and 19. Therefore, as through one man's offense, judgment came to all men, resulting in condemnation, even so, through one man's righteous act, the free gift came to all men. Tell everyone, it's a free gift. It's a free gift. It's a free gift. Vacho. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. You know, when you understand righteousness, we'll never be proud. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ നീതീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഒരിക്കലും ഗർവ്വമുണ്ടായിരിക്കില്ല. Everything is because of him. എല്ലാം കർത്താവ് മുഖാന്തരമായിരിക്കും. Everything we have is because of him. നമ്മൾക്കുള്ളതെല്ലാം ക്രിസ്തു മുഖാന്തരമാകുന്നു. Praise this God who is so generous to give us such gifts. ദൈവത്തിന് ഇത്രയും ദയാലുവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. And in Hebrews chapter 10, it talks about how earlier priests used to come every year and pay the price. They would sacrifice animals. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ വർഷവും പാപപരിഹാരത്തിനായിട്ട് എങ്ങനെ ആ ഒരു യാഗവുമായിട്ട് ഈ പുരോഹിതൻ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ വന്നിരുന്നു എന്ന്. They could never completely forgive the sins. ഈ ഒരു പാപം ഒരിക്കലും പൂർണ്ണമായിട്ട് മോചിക്കപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. They could not clear the conscience of the people. അവർക്ക് ആ പാപത്തിന്റെ ബോധ്യം മനസാക്ഷിയിൽ നിന്ന്, ജനങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന് നീക്കുവാൻ കഴിയില്ല. They had to keep on doing it. അതുകൊണ്ട് എല്ലാ വർഷവും ഇത് അവർക്ക് തുടർച്ചയായി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വന്നു. But Jesus, what did he do? This sacrifice he gave of his life once and for all our sins. And now he doesn't stand anymore. He's seated up next to the Father. He has finished his work and he's perfected us. കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് ഒരിക്കലായിട്ട് മാത്രം യാഗമായിട്ട് എല്ലാ വർഷവും ഇനി ചെയ്യേണ്ടതില്ല. ഒരിക്കലായിട്ട് യാഗമായി നമ്മുടെ പാപത്തിനു വേണ്ടി പരിഹാരമായി കർത്താവിന്റെ വലത്തുഭാഗത്ത്, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിന്നിരിക്കുന്നു. When I was a teenager, I came to know the Lord. ഞാനൊരു ടീനേജർ ആയിരുന്നപ്പോൾ ഞാൻ കർത്താവിനെ അറിഞ്ഞു. I was so grateful that he forgave me of my sins. എനിക്ക് ഒത്തിരി നന്ദി ഉണ്ടായിരുന്നു, എൻ്റെ പാപം കർത്താവ് മോചിച്ചു തന്നിരിക്കുന്നു. I still remember how I was crying before the Lord and realized I was a sinner. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരു പാപിയായിരുന്നതിനെക്കുറിച്ച് ബോധ്യം വന്ന് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞതിനെക്കുറിച്ച് ഓർത്തു. But as time went by, some of the works came in. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പല പല പ്രവൃത്തിയിൽ ഞാൻ മുഴുകിക്കൊണ്ടിരുന്നു. And then I have to read this again and remind myself, nothing that I do can really, make up for what he has done for me. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ഈ വചനത്തിലേക്ക് വായിക്കാൻ സാഹചര്യം ഉണ്ടായത്. എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും കർത്താവിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ സാധ്യമല്ല എന്നുള്ളത്. So as a young girl, I used to always try to please others. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ നോക്കി. Because my right standing depended on what I did. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ദൈവമായിട്ട് നിരപ്പാകുന്നത് എന്നുള്ളത്. But no longer. I understand I don't have to prove myself to anyone.
പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. Young people here, I just tell you, you don't have to prove anything to anyone else, because God has done so much for you. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം ദൈവം നിങ്ങൾക്ക് മുന്നമേ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. But because of that imputed righteousness, I desire to walk in a life of righteousness. പക്ഷേ ദൈവം ആ ചാർത്തുന്ന നീതിയുടെ അങ്കി പ്രകാരം ഞാൻ ഇനി നീതിയിലേക്ക് തന്നെ വഴി നടക്കും എന്നുള്ളതാകുന്നു. So now I hope all of you have understood what righteousness truly is. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് നീതി എന്നുള്ളത്. It is our right standing with God. അത് ദൈവമായിട്ട് നിരപ്പാകുന്ന ഒരു കാര്യമാണ്. And when we are justified, God declares, you're right. നമ്മൾ ന്യായീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ ആ വെടിപ്പായി കഴിയുമ്പോൾ ദൈവം പറയുന്നു നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്ന്. It happens instantly. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാകുന്നു. But there is other things that happen to us. So it's on our surface, outside, it's stamp on us saying that, okay, this person is righteous. അത് നമ്മുടെ മേൽ ചാർത്തി തരുന്ന ഒരു കാര്യമാകുന്നു, ഈ വ്യക്തി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. But there are other things inside of us that have to change as we walk with the Lord. പക്ഷേ അകമേ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ദൈവമായിട്ട് നടപ്പിൽ നമ്മൾ അകത്ത് വരേണ്ട കുറെ കാര്യങ്ങൾ. And that is sanctification. അതിനെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. By the power of the Holy Spirit we walk in holiness. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ വിശുദ്ധിയിലേക്ക് നടക്കുന്നു. Okay. So what does it mean to be credited in this position of righteousness? അപ്പോൾ നീതീകരണം ചാർത്തി തരിക എന്ന് പറയുന്നത് എന്താകുന്നു? You know, in the Old Testament, the priest only could come in the presence of the Lord, and all the people had to stand afar. But here we know that we can come anytime boldly to His presence and speak mighty, powerful prayers. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങളെല്ലാം പുറത്തായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ക്രിസ്തുയേശുവിൽ മൂലം നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള, ധൈര്യപൂർവ്വം വരുവാനുള്ള ഉറപ്പുണ്ട് എന്നുള്ളത്. Whatever you're going through, you can come to His presence boldly. നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെ പോയിരുന്നാലും കർത്താവിന്റെ മുമ്പിൽ ഉറപ്പോടെ നമ്മൾക്ക് വരുവാൻ. He will not say, I'm too busy. കർത്താവ് ഒരിക്കലും പറയില്ല ഞാൻ ബിസിയാണ് He എന്നുള്ളത്. will say, daughter or son, be here. I'm hearing you. കർത്താവ് പറയുന്ന മകനെ മകളെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. And as we come to the throne of grace, Jesus is interceding and saying, that is my righteous child. This is the righteous child for whom I gave my blood. Father, hear her or his petition. അങ്ങനെ നമ്മൾ ഉറപ്പോടുകൂടി കൃപാസനത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുകയാണ്, പറയുകയാണ്, ഇതെൻ്റെ മകൻ, ഞാൻ നീതി ചാർത്തി കൊടുത്ത എൻ്റെ മകൾ, പിതാവേ ഇവളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളത്. And secondly, we are accepted. As I said earlier, we don't have to strive for acceptance. രണ്ടാമതായി നമ്മൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഈ ദൈവത്തിന്റെ മുമ്പിൽ ഒരു അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. There was such a great exchange on the cross where Jesus had been rejected for us to be accepted. അവിടെ ക്രൂശിൽ ഒരു വലിയൊരു എക്സ്ചേഞ്ച് നടന്നു. കർത്താവിന്റെ തിരസ്കരണം, കർത്താവ് തന്നെ ത്യജിച്ചു നമ്മൾക്കൊരു അംഗീകരണം വാങ്ങിക്കുവാൻ വേണ്ടി. He became sin that we would walk in righteousness. നമ്മൾ നീതിയിൽ നടക്കാൻ വേണ്ടി അവൻ പാപമായി തീർന്നു. Thirdly, we have peace with God. മൂന്നാമതായി ദൈവവുമായിട്ട് നമുക്കൊരു നിരപ്പുണ്ട്, ഒരു സമാധാനമുണ്ട്. Yes, because before I know a lot of people who don't know the Lord, they don't understand the things of God, but now we know, we are secure that we are right with God. എനിക്കറിയാം, പലപ്പോഴും ദൈവത്തെ അറിയുന്നതിന് മുമ്പ് പലപ്പോഴും ദൈവത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, ദൈവത്തിൽ ആയി കഴിഞ്ഞിട്ട് ദൈവമായിട്ടൊരു സമാധാനം, ഒരു നിരപ്പ് നമുക്കുണ്ട്. Fourthly, we reign in life. നാലാമതായി ജീവനിൽ നമ്മൾ വാഴുന്നു. Come on, tell your neighbor, I'm going to reign in life. നിങ്ങൾ അന്യോന്യം പറഞ്ഞാട്ടെ. Not just on Sunday, every day that you go out, you're going to reign in life. ഞായറാഴ്ച മാത്രമല്ല, നമ്മൾ എപ്പോൾ എവിടെ പോയാലും നമ്മൾ ജീവിതത്തിൽ വാഴാൻ പോകുകയാണ്. We start from a position of victory. നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു ജയത്തിന്റെ അവസ്ഥയിൽ നിന്നാകുന്നു. Yeah, so we've already, it's like in a race, the person who's conducting the race would say, okay, you can stand one lap ahead. ഇത് ഒരു റേസിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പറയാം, നീ ഒന്നും കൂടെ മുന്നോട്ട് നിന്നാട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ്. So we have better chances of winning. അപ്പോൾ നമുക്ക് നന്നായിട്ട് ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാകും. We reign in life because of His righteousness. ദൈവത്തിന്റെ നീതി നിമിത്തം, കർത്താവിന്റെ നീതി നിമിത്തം നമ്മൾ ജീവനിൽ വാഴുവാനുള്ള സാധ്യത. It is an invitation to a life of victory over sin. അത് പാപത്തിന്റെ മേൽ ജയം എടുക്കുവാനുള്ള ഒരു ക്ഷണമാണ്. In Romans 6 verses 11 to 14 it says, likewise you also reckon yourselves to be dead indeed to sin, but alive to God in Christ Jesus our Lord.
റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. Through baptism, he was just talking about baptism, how through baptism you identify with the death, burial of Christ and the resurrection. നമ്മൾ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ മരണവും അടക്കവും പുനരുദ്ധാനവും നമ്മൾ എങ്ങനെ അതിലൂടെ നമ്മൾ കർത്താവിനോട് ഏകീഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. And so he says, likewise, you should consider yourself dead to sin. അതുപോലെ തന്നെ നമ്മൾ പാപത്തിൽ മരണപ്പെട്ടു എന്ന് നമ്മളെ തന്നെ എണ്ണണം. And then he says, therefore, do not let sin reign in your mortal body, that you should obey it in its lusts. And do not present your members as instruments of unrighteousness to sin, but present yourselves to God as being alive from the dead, and your members as instruments of righteousness to God. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുള്ള ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. So you may be thinking, okay, I'm not doing much sin. Listen, unbelief is a sin. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷെ അവിശ്വാസവും ഒരു പാപം തന്നെയാകുന്നു. Because of unbelief, the Israelites could not enter the promised land. അവിശ്വാസം നിമിത്തം ആ ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേലിയർക്ക് കടക്കുവാൻ സാധിച്ചില്ല. Is there some mountain before you and you're saying that, no way, I can't face this? That is sin. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മലയെ നോക്കി നിങ്ങൾ പറയുകയാണ്, ഇതിനെ എനിക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലും ഒരു പാപമാകുന്നു. So Paul is saying, don't become an instrument to unrighteousness, but become an instrument to the righteousness of God. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പൗൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. For sin shall not have dominion over you, for you are not under the law, but under grace. ഇനി ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ നിങ്ങൾ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. And verse 22 says, we are no longer slaves of sin, but slaves of righteousness. But now, having been set free from sin and having become slaves of God, you have your fruit to holiness and the end everlasting life. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. We are slaves of God. നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കും. And not slaves of sin. നമ്മൾ പാപത്തിന് ദാസന്മാരല്ല. We are slaves of God. നമ്മൾ ദൈവത്തിന് ദാസന്മാർ. And of course sons of God. അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളുമാകുന്നു. So present your bodies to righteousness. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ നീതിക്കായിട്ട് നമ്മൾ സമർപ്പിക്കും. So you can live in victory because of this. അതുകൊണ്ട് അതിനാൽ നമ്മൾക്ക് ജീവനിൽ ഒരു ജയത്തോടെ വാഴാം. We can bear much fruit as we walk in righteousness. നമ്മൾ നീതിയിൽ നടക്കുമ്പോൾ വളരെ അധികം ഫലം കായ്ക്കുവാൻ ഇടയാകും. Philippians 1:11 says, being filled with the fruits of righteousness which are by Jesus Christ to the glory and praise of God. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So just being positioned in that place of righteousness, being aware, keeping that breastplate on, you will see the fruit being produced. അപ്പോൾ നമ്മൾ എപ്പോഴും ആ നീതിയുടെ കവചം എപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കുവാൻ ഫലം കണ്ടു തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ. And then the revelation of righteousness brings glory. അതുപോലെ നീതിയുടെ വെളിപ്പാട് അധികമായി തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നു. Hebrews 2:10 says, for it was fitting for him, for whom are all things and by whom are all things, in bringing many sons to glory, to make the captain of their salvation perfect through sufferings. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. You know, if we all walked in that glory, what would the land look like? നമ്മൾ എല്ലാവരും ആ നീതീകരണത്തിൽ നടന്നിരുന്നുവെങ്കിൽ ഈ ദേശം എങ്ങനെയായിരുന്നു? They would say the sons of God have risen. അവർ എല്ലാവരും കാണും ഈ ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. You know, when you spend time in the presence of the Lord and you come out and you see and someone says, oh, you look different, it's just the glory of God on you. നിങ്ങൾ ചില സമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അധികമായി ഇരുന്നിട്ട് പുറത്ത് വരുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖം വളരെയധികം തേജസ്സുള്ളത് പോലെ ആകുന്നല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാകുന്നു. As you spend time in His presence and become aware of this righteousness that He's given you, you walk in that glory. നമ്മൾ ഈ
നീതിയുടെ ആ ഒരു വെളിപ്പാടിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. So I just encourage you today that this truth of righteousness will be so deep in your hearts. അപ്പോൾ ഈ നീതി എന്ന സത്യം, ആ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ വേണ്ടി നമ്മൾക്കിന്ന് പ്രാർത്ഥിക്കാം. Are you grateful that God has made you righteous? നമ്മളെ നീതിമാനായിട്ട് ദൈവം കണക്കിട്ടതിനെ കുറിച്ച് നിങ്ങൾ ദൈവത്തിൽ നന്ദിയുള്ളവരായിരുന്നു. Only Pastor Lena is grateful. Hallelujah, hallelujah. Are you grateful? Are you grateful that you are righteous? നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരാണോ? നമ്മൾ He has നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. not only wiped out the slate, but he has said, this child is righteous. നമ്മുടെ സ്ലേറ്റിനെ വെടിപ്പാക്കുക മാത്രമല്ല, ദൈവം പറയുന്നു എൻ്റെ ഈ മകൾ, എൻ്റെ ഈ കുഞ്ഞ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. And because of that, all the other things, the spiritual blessings will be on that person. I'll pour out them on that person. അതിനാൽ സകല സ്വർഗീയ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും ഞാൻ ഈ വ്യക്തിയുടെ മേൽ ചൊരിയുമെന്നാണ് കർത്താവ് പറയുന്നത്. Come on, let's pray. Hallelujah. Shabare khatarabo rekashika darabo rekashira rarara. O rekashira rara bare khashira rara. O rekhadarabo rekashira rarara. Oh, thank you, Lord. Thank you. Come on, everyone, just let's pray together and thank the Lord. Thank the Lord for his righteousness. Thank the Lord for this gift. Hallelujah. Oh, rekashira rekhadarabo rarara. Shabare khadarabo rekashira rarara. Oh, rekashira rarara. Yesterday, as I was praying, I just sensed that we were just sensing that there are some wells that are filled and they're stuck. They're filled with all the rubbish, and the Lord wants to open up some wells. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സെൻസ് ചെയ്യുകയായിരുന്നു, ഒരു കിണർ നിറഞ്ഞിരിക്കുന്നു, അതിൽ മുഴുവൻ അഴുക്കുകളാണ് എന്നുള്ളത്. Hallelujah. Lord, I pray today, Lord, there may be some wrong ideas, wrong mindsets. Today, I pray that those wrong mindsets will be broken in the name of Jesus. Hallelujah. Kashira. Oh, rekhadarabo rekashira rara. Oh, yes, Lord. Wrong mindsets prevent us from fulfilling God's purposes. ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ തക്കവണ്ണമുള്ള തെറ്റായ ചിന്താഗതികളെ ഞങ്ങൾ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവേ, നിന്റെ കാര്യത്തിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇപ്പം നിനക്കറിയാമല്ലോ കർത്താവേ. ഹല്ലേലൂയ. എന്ത് സിറ്റുവേഷനിലാ ഞാൻ കാണുന്നു, ചിലർ ആ ഒരു പാപത്തിൻ്റെ ഒരു വക്കിലാണ്. ആൻഡ് ദേ സേയിങ്, ഓ ലോർഡ്, ഐ കാൺട്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്കിവിടെ ജയിക്കാൻ പറ്റുന്നില്ല, ഈ ഏരിയയിൽ ഞാൻ എപ്പോഴും ഡിസ്കറേജ്ഡ് ആവുന്നു, ഞാൻ എപ്പോഴും ഫിയർഫുൾ, ഭയത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പം തന്നെ I just pray right now they will have victory. ജയാളികളായിട്ട് തന്നെ സഭ എഴുന്നേൽപ്പിക്കണം. Hallelujah. Come on. If you are struggling in any area, I just want to, if it's fear, if it's unbelief, just raise your hand. Someone will come and pray over you. Hallelujah. I pray that some of the leaders will just come and pray. If you need prayer right now, പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടെങ്കിൽ right now. Hallelujah. Oh, rakhadara barabashira Lord, I just pray, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കവചം. Hallelujah. I pray ഈ ദിവസങ്ങൾ ഞങ്ങൾ അത് ഇടാൻ, Lord, not only to wear it, to be conscious. Hallelujah. കർത്താവേ, സ്തുതിക്കുന്നു. Oh, rakashira raba. Hallelujah. Oh, yes, Lord. Just pray for those who need prayer. പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈ ഒന്ന് പൊക്കിയാട്ടെ. Hallelujah. Others will come and pray and release. Hallelujah. Harakashira rarara. Oh yes, it's not enough. ഞാൻ ഒരു വാക്ക് പറയുന്നതിലല്ല അർത്ഥം, ആ വചനം ആഴത്തിൽ ചെല്ലണം. Hallelujah. ഇന്ന് പറഞ്ഞ ആ കാര്യം, Hallelujah, ഇന്ന് പലരെയും ആ ഒരു പൊസിഷനിലേക്ക് കർത്താവ് കൊണ്ടുവരണം. Hallelujah. Oh yes, Lord, into that position of righteousness. കർത്താവേ, അവർ ദൈവം കാണുന്ന പോലെ അവരെ തന്നെ കാണാൻ സഹായിക്കണം, Lord. Hallelujah. Oh yes, Lord. Hallelujah. Oh sharaborikhayararira. I just sense that some of you are praying for a breakthrough. Hallelujah. ഒരു breakthrough ആയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ Lord, let that door open up. Let that door open up. ആ ഒരു അടഞ്ഞിരിക്കുന്ന വാതിൽ ഇന്ന് തുറക്കട്ടെ. Hallelujah. ഇപ്പം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്ക് ഞങ്ങൾ
ഉത്തരം കാണുന്നു. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണെങ്കിൽ ഇന്ന് ഹല്ലേലൂയ. ഇഫ് എനിവൺ വാണ്ട്സ് ടു പ്രേ ഫോർ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആവശ്യമുള്ളവർ കൈപ്പൊക്കിയാട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും someone will come and pray. Hallelujah. Raba raba shikada raba over there. Hallelujah. Financial breakthrough night പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ, hallelujah, we believe, we agree with you right now. ഇപ്പോ തന്നെ hallelujah അതിൽ ഒരു വ്യത്യാസം വരും. hallelujah, for he is a way maker. വഴി ഉണ്ടാക്കുന്നവനാ കർത്താവ്. വഴി ഉണ്ടാക്കുന്നവർ. hallelujah. വഴി ഇല്ലാത്ത സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ കർത്താവ് വഴി ഉണ്ടാക്കുന്നു. hallelujah, we agree with you Lord. hallelujah. ഷരാബോരെ ഖശീര രാരാരാരാരാ. രണ്ടുപേര് ഒരുമിച്ച് നിൽക്കുമ്പം അവിടെ വിടുതലുണ്ട്. There is answers to prayer as we agree with you. hallelujah. ശുഭരെ ഖതരാബോരെ ഖശീര രാരാരാരാ. He is Lord. He is worthy to be praised. hallelujah. He is worthy. He is worthy. ശുഭരെ ഖതരാബരാബരാ. Oh yes Lord. Yes Lord. Let's also നമുക്കൊന്ന് ആരാധിക്കാം. Let's worship him Lord. hallelujah. With a song. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച പോലെ, Lord, because of this Lord we can come into the presence. നമ്മൾ ഈ കർത്താവ് കാരണം ദൈവ സാന്നിധ്യത്തിൽ വരാൻ പറ്റുന്നു. But let's just worship, understanding this truth of righteousness. ഈ ഒരു നീതിയുടെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പാട്ട് പാടാം. നമുക്ക് ആരാധിക്കാം. നീതിയുടെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. hallelujah. hallelujah. എല്ലാവരും ആരാധിച്ചാട്ടെ. ഞങ്ങൾ സ്തുതിക്കുന്നു. ആ കുഞ്ഞാടിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. യു ആർ വർതി. നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ഹല്ലേലൂയ. നിനക്കായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗ്യത. ഹല്ലേലൂയ. കർത്താവേ, we pray ഈ ദിവസങ്ങളിൽ ആ ഒരു നീതീകരണത്തിൽ തന്നെ ഞങ്ങൾ നടക്കാൻ, ഹല്ലേലൂയ, ആ ഒരു സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാനും ആ നീതിയുള്ള ജീവിതത്തിലേക്ക് ഞങ്ങൾ ഉയരാൻ. ഹല്ലേലൂയ. I just pray over us that we will live in righteousness. Hallelujah. Live in righteousness. അങ്ങനെ ഒരു കൃപ ഞങ്ങൾക്ക് തരണം ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നീതിയിൽ തന്നെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഇവിടെ ആരെങ്കിലും അങ്ങനെ എനിക്ക് പറ്റില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ I pray that they will go out of this hall transformed. ആ ഒരു ബോധ്യത്തോടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ ഇറങ്ങണം. ഹല്ലേലൂയ. ഓ യെസ് 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 യെസ്. ഓ ഖദരബരബ
ഒരു ധൈര്യം ഓരോരുത്തർക്ക് കൊടുക്കണം കർത്താവേ. Hallelujah, that we are the righteous children of God. Hallelujah. Oh yes Lord, thank you Lord for what you've done for establishing this truth. ഈ ഒരു സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വം യേശുവിന്. താങ്ക് യു ലോർഡ്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.